അനിൽ വാസ്തവ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. BCCI വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. വിമർശനവുമായി BCCI രംഗത്തെത്തിയിട്ടുണ്ട്. ആരാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ അനുമതി നൽകിയെന്ന തരത്തിലുള്ള വിമർശനമൊക്കെ BCCIയുടെ ഭാഗത്തുണ്ടാവുന്നു. ഒപ്പം IPL ചെയർമാനും ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അനിൽ, എന്താണ് അതിന് വിശദാംശങ്ങൾ? ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അല്ലെങ്കിൽ ഫോണോയിലാണ് ഇപ്പോൾ അരുൺ ധുമാൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. IPL ചെയർമാൻ പറയുന്നത് ഇത്തരത്തിലൊരു പരിപാടി ആരാണ് സംഘടിപ്പിച്ചതെന്ന് തങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. തങ്ങളെല്ലാം അഹമ്മദാബാദിലെ ഈ ഫൈനൽ മത്സരം അതിന് മടക്കയാത്രയ്ക്കുള്ള ശ്രമങ്ങൾക്കിടെയാണ്. അതിനിടെയാണ് ഇത്തരത്തിൽ ഒരു ഞെട്ടിക്കുന്ന വാർത്ത, ട്രാജിക് ഇൻസിഡൻറ്റ് എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ആ വാർത്ത തേടിയെത്തുന്നത് ആരാണ് ഈ സംഘാടകർ, KCA ഇത്തരത്തിലൊരു അനുമതി തേടിയതായിട്ടൊന്നും തന്നെ IPL ചെയർമാൻ പറയുന്നു. BCCIയിലെ തന്നെ ഏറ്റവും കരുത്തനായ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഈ അരുൺ ധുമാൽ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നു ഇത്തരത്തിലൊരു പരിപാടിക്ക് BCCI ഒരു തരത്തിലും അനുമതി നൽകിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ പരിപാടി നടത്തിയത് ആരാണ്, ആരുടെ ഇഷ്ടപ്രകാരമാണ് തട്ടിക്കൂട്ടി അല്ലെങ്കിൽ ഈ പരിപാടി എളുപ്പം ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി കൂടി ആകണം ഇത്തരൊരു പരിപാടി ആര് സംഘടിപ്പിച്ചു എന്ന കാര്യത്തിൽ BCCIയും IPL ഗവേണിംഗ് ചെയർമാനും ഒക്കെ തന്നെ ഇപ്പോൾ വലിയ സംശയം ഉയർത്തുന്നത്. ഇക്കാര്യത്തിൽ എന്തായാലും അടിയന്തരമായി ഈ പരിപാടി നിർത്തിവെക്കണം എന്നുള്ളതായി ഫോണിൽ താൻ വിളിച്ചറിയിച്ചു എന്നാണ് അരുൺ ധുമാൽ പറയുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് ഈ പരിപാടി ഇപ്പോഴും ലൈവായി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതിൽ ഇപ്പോഴും താരങ്ങൾ ഈ ട്രോഫിയുമായി സ്റ്റേഡിയം വലം വയ്ക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ താരങ്ങളൊക്കെ തന്നെ മടങ്ങുന്നത് കാണാം. ഈ ട്രോഫി വലം വെച്ചതിന് ശേഷം വിരാട് കോഹ്ലി അടക്കമുള്ളവർ ഈ സ്റ്റേഡിയത്തിൻ്റെ ആ ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോൾ പവലിയനിലേക്ക് അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിൽ ആ ഭാഗത്തേക്ക് മടങ്ങുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അരുൺ ധുമാൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഫോൺ വിളിച്ച് അക്കാര്യം പറഞ്ഞു എന്നാണ് അരുൺ ധുമാൽ പറയുന്നത്. അത്തരത്തിൽ എന്തായാലും താരങ്ങളൊക്കെ തന്നെ ഈ പരിപാടി പെട്ടെന്ന് തന്നെ നിർത്തി മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ വിമർശനങ്ങളാണ് ഈ RCB മാനേജ്മെൻറ്റിനെയും ഇല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകരായ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനെതിരെയും അതിനപ്പുറം ഈ പരിപാടി തങ്ങളുടെ പരിപാടി അല്ലെങ്കിൽ ക്രെഡിറ്റ് അടിക്കാൻ എന്ന തരത്തിൽ വലിയ രീതിയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെയും ഉയരുന്നത് വലിയ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലും ഇല്ലെങ്കിൽ മറ്റു പ്രതികരണങ്ങളിലൂടെയും ഒക്കെ തന്നെ പുറത്തു വരുന്നത്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല. മതിയായ സുരക്ഷ ഒരുക്കിയില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ വലിയൊരു അപകടം നടന്ന ശേഷവും എന്നിട്ടും ഒരു കണ്ണിൽ ചോരയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ തരത്തിൽ ഒരു തരത്തിലുള്ള എമ്പതിയും ഇല്ലാതെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നു. അതിന് ഒഴിഞ്ഞു മാറുന്നു. ആദ്യഘട്ടത്തിൽ DK ശിവകുമാറിനോട് ചോദിച്ചപ്പോൾ ഈ മത്സരത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി അദ്ദേഹം പറഞ്ഞതുപോലും. പിന്നീടാണ് ഈ 50,000 പോലീസുകാരെ 5,000 പോലീസുകാരെയൊക്കെ തന്നെ വിന്യസിച്ചിരുന്നു എന്ന തരത്തിലൊക്കെ തന്നെ DK ശിവകുമാർ പറയുന്നത്. DK ശിവകുമാർ ഈ വിധാൻ സൗദയിലെ പരിപാടി കഴിഞ്ഞതിനോടെ തന്നെ നേരെ ഈ ടീമിന് തൊട്ട് മുമ്പായി ഈ സ്റ്റേഡിയത്തിലെ പരിപാടിക്കാണ് വരുന്നത്. അദ്ദേഹത്തിന് അറിയാത്തതല്ല ഇവിടെ ഇങ്ങനെ വലിയൊരു പ്രശ്നം നടന്നത് എന്നത്. എന്നിട്ട് പോലും ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും ഇല്ലെങ്കിൽ അത് തന്നെയാണ് വലിയ അമ്പരപ്പുണ്ടാക്കുന്നത് അനിൽ. കാരണം കംപ്ലീറ്റ് മിസ്മാനേജ്മെന്റ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഇതിനെതിരെ, ഈ വിജയാഘോഷത്തിനെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ഉയർന്നു വരുന്നത്. ഇത്രമാത്രം വലിയൊരു ജനക്കൂട്ടം ഉണ്ടാകുമെന്ന് കൃത്യമായ ബോധ്യമുണ്ടായിട്ടും അവിടെ എന്തുകൊണ്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതിരുന്നത്, അല്ലെങ്കിൽ ഒരു അപകടത്തിലേക്ക് പോകാൻ ഇടയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാതിരുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ പരിപാടിയിൽ ഇത്രമാത്രം ജനക്കൂട്ടമുണ്ടെന്ന് അറിയുന്നു, അകത്തേക്ക് കടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നു, അകത്തെ സീറ്റുകളെല്ലാം ഫില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അകത്തേക്ക് ആരെയും കയറ്റിവിടില്ല. സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കാം. തിരികെ പോകാൻ നോക്കുമ്പോൾ അതിനും സമ്മതിക്കുന്നില്ല. അതാണ് പലരും ഇപ്പോൾ അവിടെ ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. തിരികെ പോകാൻ നോക്കുകയാണ്, ഇപ്പോൾ പോലും അവിടെ ആ ഗേറ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ് പലരും എന്ന് പറയുന്നു.